ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും പ്രതീക്ഷകളോടെ ഇരിക്കുന്ന ഓരോരോ ദിവസമായിരിക്കും എല്ലാവർക്കും ഉള്ളത്. എല്ലാവരും ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. ചിലവർ യഥാവിധി എപ്പോഴും ചിന്തിക്കുന്ന പോലെ തന്നെ എഴുന്നേൽക്കുകയും ചെയ്യും. അവരവരുടെ സ്വയം ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഓരോരോ പ്രാരവേശിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഓരോരോ നിത്യസംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ എല്ലാവരും പ്രതീക്ഷയോടെ ഓരോന്നിനായി കാത്തിരിക്കുന്നുണ്ടാവും എന്നുള്ളത് സത്യപരമായിട്ടാണ്. എന്തിനെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഉദാഹരണങ്ങൾക്ക് ധനം കൊടുക്കാനുണ്ട്, പണം കൊടുക്കാനുണ്ട്, അത് കുറച്ച് എന്നൊക്കെ എന്തെങ്കിലും ധനം കിട്ടുകയാണെങ്കിൽ അത് കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ കടം മേടിച്ച ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടായിരുന്നു, അത് തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ വാങ്ങിക്കണമെന്നുണ്ട്, അതിന് കുറച്ച് പണം കിട്ടേണ്ടതായിരുന്നു, അത് കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിക്കാം എന്നുള്ള ചിന്തകളും ചിലപ്പോൾ ഓരോരോ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാറുണ്ട്. ചിലപ്പോൾ ശാരീരിക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൂലം ടെസ്റ്റിന് കൊടുത്ത റിസൾട്ടായിരിക്കാം. എക്സാമെല്ലാം എഴുതി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാം. PSC എഴുതി പാസ്സായി അത് ലിസ്റ്റിൽ വന്നോ എന്നുള്ളത് അറിയേണ്ടത് ആൾക്കാർക്കാം. അതുപോലെ തന്നെ റിസൾട്ട് പറയുമ്പോൾ ലോട്ടറി റിസൾട്ടിൻ്റെ ഓർമ്മയാണ് വരുന്നത്. ലോട്ടറി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാം ദിവസവും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ നല്ല മുഹൂർത്തങ്ങൾ വരുവാനായി കാത്തിരിക്കുന്നവരും, ഓരോരോ കാര്യങ്ങൾ, ആഭരണം വാങ്ങിക്കണം, വസ്ത്രം വാങ്ങിക്കണം, മൊബൈൽ വാങ്ങിക്കണം, കാറ് വാങ്ങിക്കണം, അങ്ങനെയുള്ള വാഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വാങ്ങിക്കണം, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കുകയും എടുക്കുകയും ചെയ്യുന്ന സമയത്ത് അതിനെല്ലാം ധാരാളം പണം വേണം. പണത്തിനാണെങ്കിൽ നമ്മൾക്ക് സമയം അനുകൂലപരമായിട്ട് നിൽക്കണം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഓരോരോ ദിവസങ്ങളും കടന്നു പോകുന്ന സമയത്ത് ശുഭ സമയങ്ങളുണ്ട്, അശുഭ സമയങ്ങളുണ്ട്. ശുഭ സമയങ്ങളും അശുഭ സമയങ്ങളും വേർതിരിച്ചെടുക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു കുറച്ചുള്ള സമയങ്ങൾ എടുത്തുകൊണ്ടുള്ള ഒരു ഇതാണ് പറയുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് അവിട്ടം, ചതയം, പൂരോരട്ടാതി എന്ന നക്ഷത്രക്കാർക്കുള്ള സമയമാണ് പറയുന്നത്. അവിട്ടം, ചതയം, പൂരോരട്ടാതി. ഈ നക്ഷത്രക്കാർക്ക് എല്ലാറ്റിനും ഒരു ശുഭസമയം ഉണ്ട് എന്ന് പറയും. അങ്ങനെയുള്ള ശുഭസമയങ്ങൾ നല്ല വാക്കിനായിട്ട്, നല്ല വാർത്തകൾ കേൾക്കുവാനായിട്ട്, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങൾക്കായിട്ട് എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും, അല്ലെങ്കിൽ തൊഴിൽ വിജയം കരസ്ഥമാക്കാനായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്കെല്ലാം ഈ വരുന്ന ജൂലൈ മാസമാണ്. ഇപ്പോൾ ജൂലൈ ഏകദേശം പകുതി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 26, 27, 28, 26, 27, 28 എന്നീ ദിവസങ്ങൾ ഈ അവിട്ടം, ചതയം, പൂരോരട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇവരുടെ നക്ഷത്രപാദങ്ങൾ വെച്ച്, നക്ഷത്രത്തിന്റെ പാദങ്ങളും വെച്ച് ജ്യോതിഷപരമായിട്ട് കണ്ടുപിടിക്കുന്ന ഓരോരോ ശുഭ മുഹൂർത്തങ്ങൾ എന്ന് പറയാം. ശുഭസമയങ്ങൾ, ഇവർക്ക് അനുകൂലപരമായിട്ടുള്ള ശുഭസമയങ്ങൾ ഏതാണെന്ന് എടുത്തുകൊണ്ടുള്ള ഓരോരോ പ്രവചനം അല്ലെങ്കിൽ പറയുന്ന വാക്കുകളാണ് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് വാഹനം വാങ്ങിക്കാനായി തീരുമാനിച്ചിട്ടുണ്ട്, അതിന് പോകേണ്ട ഒരു സമയം. ഒരു ആഭരണം വാങ്ങിക്കണം, അതിന് പോകേണ്ട സമയം. ഒരു വസ്ത്രം വാങ്ങിക്കാൻ പോകണം. ഇപ്പോൾ കർക്കിടക മാസമാണ് വരുന്നത്. അപ്പോൾ കല്യാണ മുഹൂർത്തങ്ങൾ അധികം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും കല്യാണങ്ങൾ ഉണ്ടാവും. ഹിന്ദുമതപ്രകാരം ചിലവർ കല്യാണം കർക്കിടക മാസത്തിൽ കഴിക്കാറില്ല. പക്ഷെ വേറെ മതത്തിലുള്ളവർ എല്ലാം കല്യാണം കഴിക്കാറുണ്ട്. അപ്പോൾ വിവാഹത്തിന് വസ്ത്രം വാങ്ങിക്കണം, വിവാഹത്തിന് ആഭരണം വാങ്ങിക്കണം, അല്ലെങ്കിൽ വീട്ടാവശ്യത്തിനുള്ള വസ്ത്രം വാങ്ങിക്കണം, ആഭരണം വാങ്ങിക്കണം. പണം കൈകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ആഭരണം വാങ്ങി വെച്ചാൽ പാഴാവില്ല എന്നുള്ള ചിന്ത. പാഴാവില്ല. ഈ ദിവസങ്ങളിൽ വാങ്ങിക്കുന്നത്, ഇപ്പോൾ ഒരു മൊബൈൽ ആയിക്കോട്ടെ, ഒരു വാഹനമായിക്കോട്ടെ, ആഭരണമായിക്കോട്ടെ, അപ്പോൾ ആഭരണങ്ങളെല്ലാം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കും. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ അതിപ്പോൾ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് പണയം വയ്ക്കാം, വിൽക്കേണ്ട ഗതി വരില്ല എന്നുള്ളതാണ്. അതായത് ഓരോ മുഹൂർത്തങ്ങളുണ്ട് പറയുന്നത്. ഓരോ മുഹൂർത്തം പറഞ്ഞാൽ ശുഭസമയങ്ങളാണെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഉദാഹരണം വെച്ച് പറഞ്ഞാൽ നക്ഷത്രം, തിഥി, കരണം, ആഴ്ച എന്നെല്ലാം നോക്കിയിട്ട് വേണം മുഹൂർത്ത സമയം കൂടി നോക്കിയിട്ട് വേണം ഒരു മുഹൂർത്തം കുറിക്കാൻ. ഇവിടെ അങ്ങനെയല്ല. എന്നാലും ഇത് മുഹൂർത്തം തന്നെയാണ് പറയുന്നത്. ശുഭമുഹൂർത്തം എന്ന് പറയും. അതായത് നല്ല സമയം, നല്ല ദിവസങ്ങൾ എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും ആശ്രയിക്കുന്നതിനും തൊഴിൽ അന്വേഷിക്കുന്നതിനും
ഇപ്പോൾ ഇന്റർവ്യൂവിലെല്ലാം പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ, ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം പോകുകയാണെങ്കിൽ സെലക്ഷൻ ആവാൻ കൂടുതലാണ്, അത് സെലക്ഷൻ ആവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ എന്തെങ്കിലും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ അത് കിട്ടുവാനുള്ള സാധ്യതയുണ്ടാവും. അതുപോലെ തന്നെ എന്തെങ്കിലും മോഹങ്ങൾ ആരുടെ എന്തെങ്കിലും പറയണം, എന്ന് പറയണമെന്ന് ആറ് പറയണമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം അത് പറയാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം, 26, 27, 28 എന്ന ദിവസങ്ങൾ. അങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ശുഭഫലങ്ങളായിട്ടുള്ള ദിവസങ്ങളായിരിക്കും എന്നതിൽ യാതൊരു സംശയം ഇല്ല. ഇപ്പോൾ ജാതകവശാൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ടുള്ള ദശാകാലവും അപഹാരകാലവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലങ്ങൾ ശുഭത്വത്തിൽ തന്നെ വരികയുള്ളൂ. പക്ഷെ ജാതകത്തിൽ സമയം ദോഷവും അപകാരവും ദോഷകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അത് കുറച്ചു കാലമായി തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ദിവസം അതിനേക്കാൾ, അതായത് ഉള്ളതിനേക്കാൾ കുറച്ച് ഗുണം കിട്ടും, മറ്റേത് അതിനേക്കാൾ കുറച്ച് ഗുണങ്ങൾ കിട്ടും എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ നക്ഷത്രപ്രകാരം, നിങ്ങളുടെ നക്ഷത്രപ്രകാരം, ഈ അവിട്ടം ചതയം പോരോരട്ടാതി എന്ന നക്ഷത്രപ്രകാരമുള്ള തീയതികളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ തീയതികളിൽ നമ്മളുടെ എതിർദിശയിൽ വരുന്ന അതായത് എതിർദിശ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും, അവർക്ക് അതേ ദിവസം നല്ലതായിട്ട് തന്നെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 180% ഫലം ഉറപ്പാണെന്നുള്ളതാണ് പറയുന്നത്. അതേസമയത്ത് അവർക്ക് ആ ദിവസം നെഗറ്റീവായിട്ടുള്ള ദിവസങ്ങൾ വരികയാണെങ്കിൽ ആ നെഗറ്റീവായിട്ടുള്ള ദിവസത്തിന്റെ ഫലം ഇവർക്ക് പോസിറ്റീവായിട്ടുള്ള ഇവരുടെ ദിവസം കുറച്ച് നെഗറ്റീവായി പകരുകയും പോസിറ്റീവായിട്ടുള്ള അവരുടെ നല്ല ഗുണം നെഗറ്റീവായിട്ടുള്ളൊരു പോവുകയും ചെയ്യാനും മിശ്രിത ഫലമായി പോകും. അപ്പോൾ ഇന്നേക്കൊന്നും ഈ പറഞ്ഞ മാതിരി ഒന്നും നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അതായത് 26, 27, 28 എന്ന് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഇന്നത്തെ ദിവസം എന്തെങ്കിലും നല്ല വാർത്ത കേൾക്കും, നല്ല ശുഭവാർത്ത കേൾക്കും, ഒന്നും നടക്കാതാകുമ്പോൾ നിരാശ വരും, ഇയാൾ പറഞ്ഞു പറ്റിക്കുകയാണോ എന്നിട്ടുള്ള ചിന്തകൾ വരും. അങ്ങനെയുള്ളവർക്ക് ചിലർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞു തരുന്നത്. അപ്പം കല്യാണം കഴിക്കാത്തവരാണെങ്കിലും കുട്ടികളും മക്കളും ഇല്ല, ഭാര്യയും ഇല്ലാത്തവരാണെങ്കിലും ചിന്തിക്കും. അപ്പോൾ അവരുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ, മാതാപിതാക്കൾക്ക് അതേമാതിരിയുള്ള നക്ഷത്ര മസാൽ പോകുന്നുണ്ടെങ്കിൽ ഇത് 100% ശരിയാവണമെന്നില്ല, വളരെ 30% മാത്രം സാധ്യതയുള്ളൂ. എന്നിരുന്നാലും പറയാം, ചില കമന്റ് ബോക്സിൽ ഇങ്ങനെ വരാറുണ്ട്, ഇന്നൊന്നും നടന്നില്ല, നിങ്ങൾ പറഞ്ഞ മാതിരി ഒന്നും നടന്നില്ല എന്ന് വരാറുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങൾ ഉണ്ടെങ്കിൽ ഇത് സാധ്യമാവില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ മാതിരി 30% അങ്ങനെ നടക്കാൻ സാധ്യതയുള്ളൂ, ബാക്കി 70% നടക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ 26, 27, 28 എന്ന ദിവസം നിങ്ങൾക്ക് ഈ ഔട്ടം ചതയം പൊറോട്ട എന്ന ദിവസങ്ങളിൽ ശുഭഫലങ്ങൾ, ശുഭവാർത്തകൾ, കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. വീട്ടുപകരണങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ആഗ്രഹിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തുറന്ന് പറയുവാനുള്ള ഒരു സമയം കൂടിയാണ്. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിന് പറ്റിയ സമയമാണ്. വിദേശ സംബന്ധമായിട്ട് എന്തിനെങ്കിലും പോകാനായിട്ട് തയ്യാറെടുത്തത് അതിന് വല്ല അഡ്വാൻസോ വല്ലതും കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ല സമയമാണ്. അത് അതിന് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ പല റിസൾട്ടും ഉണ്ടാകും. വിദേശ സംബന്ധമായിട്ട് റിസൾട്ട്, ഗവൺമെന്റ് സംബന്ധമായിട്ട് റിസൾട്ട്, അങ്ങനെയുള്ള റിസൾട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ കുറികൾ, ചിട്ടികൾ, ലോണുകൾ, ഈ ചിലപ്പോൾ കുറികളെല്ലാം ചേർന്നത് പെട്ടെന്ന് കിട്ടുവാനുള്ള സാധ്യതകളുണ്ടാവും ഈ ദിവസമൊക്കെ ആണെങ്കിൽ. അതുപോലെ ലോണുകൾ വല്ലതും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ വൈകി പോവുകയാണെങ്കിൽ ഈ ദിവസത്തിൽ അത് നമുക്ക് പണം ലഭിക്കുവാനുള്ള സാധ്യതയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്സായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ദിവസം കൂടി ആയിരിക്കും. അതുപോലെ നമുക്കുള്ള നല്ല നല്ല വിഷയങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു ദിവസമായിരിക്കും ഇത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിയുകയും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ പ്രവർത്തിക്കുകയും അതിന് നമ്മൾ ഒരുക്കി വയ്ക്കുന്ന ഒരു സ്വഭാവമൊക്കെ രീതി ഉണ്ടാവും. നമുക്ക് എപ്പോഴാണ് എന്താണ് മനസ്സിൽ ഉദിച്ചു വരുന്നത്, ബ്രെയിനിൽ ഉദിച്ചു വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളും ഈ ദിവസത്തിലാകാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വാഹനങ്ങൾ വല്ലതും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സെലക്ട് ചെയ്യാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണത്. അങ്ങനെ പലവിധത്തിലുള്ള ഉപകരണങ്ങളും പലവിധ ആഗ്രഹങ്ങളും ഭാഗ്യപരീക്ഷണങ്ങളും ഭാഗ്യവശാൽ ധനം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതും അതുപോലെ തന്നെ പണമില്ലാതെ ഇരിക്കുന്നവർക്കും പണം വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കച്ചവടം ചെയ്യുന്നവർക്ക്, ദിവസം കച്ചവടം ചെയ്യുന്നവരുണ്ടാവും, ആഴ്ചയിൽ കച്ചവടം ചെയ്യുന്നവരുണ്ടാവും, വ്യാപാര കേന്ദ്രങ്ങളുണ്ടാവും. ഇപ്പോൾ വ്യാപാര കേന്ദ്രങ്ങൾ പലതും ഉണ്ടാവും, സൂപ്പർ മാർക്കറ്റുകൾ, ചെറുകിട പെട്ടിക്കടയോ ചായക്കടയോ വരിക്കും ഉണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഈ ദിവസങ്ങളിൽ എല്ലാം ദ്രുതഗതിയിൽ പോവുകയും വരുമാന മാർഗം ഉണ്ടാകുകയും കച്ചവടം നന്നായി നടക്കുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ദിവസം കൂട്ടിച്ചേർത്ത് ഇണങ്ങിച്ചേർത്ത്
ഈ അവിട്ടം ചതയം പൂരോട്ടാർക്ക് നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ കടമ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ശുഭഫലം കിട്ടുകയാണെങ്കിൽ നല്ല ഗുണം തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.